ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുള്ള 3 ഡിഫറെൻറ്റ് ഐഡിയാസ് ആയിട്ടാട്ടോ. അപ്പോൾ ഞാൻ ഗ്ലിറ്റർ ട്യൂബിൻ്റെ വേറൊരു വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഹെയർ ബാൻഡും അതിന് സെറ്റായിട്ട് അലിഗേറ്റർ ക്ലിപ്പും പിന്നെ ഒരു ലോങ് ഇയറിങ്ങും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് പോയിട്ട് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം. പിന്നെ ഹെയർ ആക്സസറി ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തവർക്കൊരു ഹെൽപ്ഫുള്ളായിരിക്കും ഈ വീഡിയോ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് റെഡ്, പിങ്ക്, റെയിൻബോ കളർ ഗ്ലിറ്റർ ട്യൂബ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഐഡിയാസ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളറിലുള്ള ഗ്ലിറ്റർ ട്യൂബ് എടുത്തിട്ടുണ്ട്. അതിനെ ആദ്യം 4 സെൻറ്റിമീറ്റർ അളവിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ 4 എണ്ണം വേറെയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം 5 പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 mm ഗിയർ വയറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഗിയർ വയർ എടുത്തിട്ട് നമ്മൾ പീസാക്കി വെച്ച ഗ്ലിറ്റർ ട്യൂബ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ആദ്യം ഗ്ലിറ്റർ ട്യൂബ് ഇട്ടിട്ട് കുറച്ച് ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഇട്ടിട്ട് ഒരു ഷേപ്പിലൊന്ന് മടക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് 2 തെറ്റവും കൂടിയിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അതാ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ പിരിഞ്ഞിരിക്കുന്ന ഭാഗം വരെ അവിടുന്ന് ബാക്കിയുള്ള ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അതാ ഈ ഷേപ്പിലുള്ള ഒരു പെറ്റൽ കിട്ടിയിട്ടുണ്ട്. അതിന് അടുത്തതും അതേപോലെ ചെയ്യുക. ഗിയർ വയർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ പെറ്റൽസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടത് ഫെൽറ്റ് ഷീറ്റാണ്. ഇത് ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് B70,000 ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോ പെറ്റലിലും നമുക്കതിൽ സ്റ്റിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോന്ന് സ്റ്റിക്ക് ആയതിന് ശേഷം മാത്രം അടുത്തത് സ്റ്റിക്കാക്കി എടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്കാക്കി എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ആകെ കയ്യിലൊക്കെ പശയായിട്ട് പിന്നെ ആകെ കളിക്കും പശയിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓരോന്നും സ്റ്റിക്കായതിന് ശേഷം അടുത്തത് 1 by 1 ആയിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ അലിഗേറ്റർ ക്ലിപ്പിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഇതേപോലൊരു ഫ്ലവർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ബീഡ്സോ പേൾ ബീഡ്സോ അല്ലെങ്കിൽ ഷോ പീസോ എന്ത് വേണേലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു ഫ്ലവർ ബീഡാണ്, റോസിൻ്റെ ഫ്ലവർ ബീഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സെൻറ്ററിൽ വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് മാച്ചായിട്ട് സെയിം കളറിലുള്ള ടിക് ടാക്ക് എടുത്തിട്ടുണ്ട്. അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഫ്ലവർ ഒന്ന് അതിലോട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ടിക് ടാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഗ്ലിറ്റർ ട്യൂബ് ആയതുകൊണ്ട് തന്നെ നല്ല ഷൈനിങ് ആണല്ലോ. അപ്പോൾ അതിന് പെയറായിട്ട് ഞാൻ വേറെ ഒരെണ്ണം കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ? അപ്പോൾ ഇതാ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചൊരു പേർപ്പിൾ കളറിലുള്ള ടിക് ടാക്കാണ്. അപ്പോൾ അത് സെറ്റായിട്ടൊക്കെ മക്കളുടെ തലയിലൊക്കെ ഹെയറിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ ഐറ്റം എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വയർ ബാൻഡും പിന്നെ കളർഫുള്ളായിട്ടുള്ള ഗ്ലിറ്റർ ട്യൂബാണ് എടുത്തിട്ടുള്ളത്. ആദ്യം വയർ ബാൻഡിൻ്റെ തെറ്റത്ത് എൻഡ് ബീഡ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതിന് ഗ്ലൂ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻഡ് ബീഡ് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇനി ഗ്ലിറ്റർ ട്യൂബ് ഞാനിവിടെ 13 സെൻറ്റിമീറ്റർ അളവിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്തിട്ട് വയർ ബാൻഡിൻ്റെ 2 സൈഡിലായിട്ട് ട്യൂബും പിന്നെ സെൻറ്ററിൽ ബീഡ്സും വരുന്ന രീതിയിലാട്ടോ അത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ട്യൂബ് ഒന്ന് നമുക്ക് ബാൻഡിലോട്ട് ഇട്ട് കൊടുത്തിട്ട്
ബീഡിൻ്റെ ആ ഭാഗത്തായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ, ഒന്ന് അവിടെ സ്റ്റിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ചെയ്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതിൽ ഫ്ലവർ ബീഡും ഇമോജി ബീഡ്സും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ബീഡാണോ അതിനെടുക്കാം. ടോഫി ബീഡും ബോ ബീഡും എല്ലാം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം 2 ഇമോജി ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലവർ ബീഡ് ഇട്ട് കൊടുക്കാം. ഫ്ലവർ ബീഡിൻ്റെ സെൻറ്ററിൽ ഹോളുള്ള കാരണം ബാൻഡ് കാണുമ്പോൾ വൃത്തിയേടാവും. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു ബീഡ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആട്ടോ, നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലവർ ബീഡിൻ്റെ അവിടെ വേണമെങ്കിൽ സ്റ്റാർ കൊടുക്കാം, അല്ലെങ്കിൽ ബോ ബീഡ് കൊടുക്കാം, അല്ലെങ്കിൽ ടോഫി ബീഡ് കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അതേപോലെ ഗ്ലിറ്റർ ട്യൂബ് നമുക്ക് ഇത്രയും ലെങ്ത്തിൽ വേണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ 2-3 പീസായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ പേൾ ബീഡോ ഇല്ലെങ്കിൽ ഇതേപോലെ ഫ്ലവർ ബീഡ് ഇമോജി ബീഡ് ഏതെങ്കിലുമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെറും ഗ്ലിറ്റർ ട്യൂബ് മാത്രമായിട്ടല്ല ഇങ്ങനെയും ചെയ്തെടുക്കാമെന്ന് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാ ബാൻഡും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നെക്സ്റ്റ് ആയിട്ട് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പിങ്ക് കളറിലുള്ള ട്യൂബാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 സെൻറ്റിമീറ്റർ അളവിൽ ഞാൻ ട്യൂബൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനും ഞാനിവിടെ 4 mm ഗിയർ വയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് നേരത്തെ ചെയ്ത പോലെ ട്യൂബിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വളച്ചിട്ട് കുറച്ച് ലെങ്ത്തിൽ ഗിയർ വയർ ബാലൻസ് വെക്കുക കേട്ടോ. എന്നിട്ട് 2 തെറ്റും കൂടിയിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ട്വിസ്റ്റ് ചെയ്തതിൻ്റെ അപ്പുറത്തുനിന്ന് ബാലൻസുള്ള ഗിയർ വയർ കട്ട് ചെയ്ത് മാറ്റുക. ഇനി അതൊരു ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി അത് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഒരു ഹുക്ക് പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇയറിങ്ങിൻ്റെ കൊളുത്തിട്ട് കൊടുക്കുക. ഞാനിവിടെ ഇയറിങ്ങാണ് റെഡിയാക്കുന്നത്. ഇതേ റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ട്രയാങ്കിളിലോ സ്ക്വയർ ഷേപ്പിലോ പല ഷേപ്പിലും ഇതാക്കിയെടുക്കുക കേട്ടോ. നമ്മൾ ഈ ഗിയർ വയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പല ഷേപ്പിലേക്കും മാറ്റിയെടുക്കുക. അപ്പോൾ ഇതാ ഇയറിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നേരത്തെ ചെയ്ത് വെച്ചൊരു ഇയറിങ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ആർക്കും റെഡിയാക്കിയിട്ട് സെയിലാക്കാൻ പറ്റുന്ന ഐറ്റംസാണ് കേട്ടോ അത്. അപ്പോൾ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തവർക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.